ചേർത്ത് പിടിച്ചേ, കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ, ആ ചൂട്ടിലും തൊട്ടേ. നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി റോഡിന് നടുവ് കിടന്ന് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക, അതൊരു ഇൻഫ്ലുവൻസിങ് ആണ്. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. രേണു ചുതി, ദാശേട്ടൻ കോഴിക്കോട് വീട്ടിൽ നിന്ന് ഭാര്യ അടിച്ചിറക്കാതിരിക്കാൻ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചോ, അത്രേ എനിക്ക് പറയാനുള്ളൂ. ഉടനെ നിങ്ങൾ പറയുമായിരിക്കും മറ്റൊരു സാധനം, എൻ്റെ ഭാര്യയ്ക്കൊക്കെ എന്നെ അറിയാം, എൻ്റെ കല അത് ഭാര്യയ്ക്ക് നന്നായിട്ടറിയാം, അതുകൊണ്ട് അവളങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുമെന്ന്. പൊന്ന് ദാശേട്ടൻ കോഴിക്കോടെ, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അവിടെ നിൽക്ക് കേട്ടോ. ആദ്യമേ രേണുശ്രുതി ചേച്ചിയെ പറ്റി തന്നെ ഒന്ന് പറയാം. രേണുശ്രുതി ചേച്ചി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനകോടികളുടെ വിശ്വസ്ത സ്ഥാപനം. കേരളക്കരെ ആകെ ഡെയിലി ആഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ മീഡിയക്കാര്, നമ്മളെ പോലുള്ള പാവം റിയാക്ഷൻ ചാനലുകാര്, എല്ലാവരുടെയും കണ്ണിലുണ്ണിയാണ് രേണുച്യുതി. അയ്യോ, കേരളം ഡെയിലി അങ്ങ് ചർച്ച ചെയ്യുന്നത് രേണുച്യുതിയെ പറ്റിയാണെന്നാ രേണുച്യുതി പറയുന്നത്. കള്ളമൊന്നുമല്ല കേട്ടാ, ചർച്ച ചെയ്യുന്നുണ്ട്, പക്ഷെ നല്ല രീതിയിലുള്ളത് മാത്രമേ ഉള്ളൂ. രേണുച്യുതിയുടെ വിചാരം, ഹായ് എല്ലാവരും എന്നെ അങ്ങോട്ട് ഡെയിലി ആഘോഷിക്കുന്നു, എത്ര പേരാ എന്നെ കൊണ്ട് അങ്ങോട്ട് ജീവിക്കുന്നത്, ഒരുപാട് പുണ്യം എനിക്ക് കിട്ടും എന്നാണെങ്കിൽ എൻ്റെ പൊന്ന് രേണുച്യുതി, നിങ്ങളില്ലെങ്കിൽ വേറെ ആള്, ഇത് അത്രേ ഉള്ളൂ. മനസ്സിലായോ? ഇവിടെ ഈ കോമാളിത്തരം കാണിച്ചു നടക്കാനായിട്ട് ഒരുപാട് ഐറ്റങ്ങളുണ്ട്. അങ്ങനെയുള്ള ഒരു ഐറ്റം ആയിരുന്നു ദാച്ചേട്ടൻ കോഴിക്കോട്. ഇപ്പം നിങ്ങൾ പിടിച്ച് കൂടെ നിർത്തി, അല്ലെങ്കിൽ ദാച്ചേട്ടൻ കോഴിക്കോടിന്റെ റീച്ച് ഒന്ന് കുറഞ്ഞപ്പോൾ കയറി അങ്ങോട്ട് മുട്ടി രേണുച്യുതി, അല്ലെങ്കിൽ രേണുച്യുതിയായിട്ട് ആൽബം പിടിക്കുന്നവരെ മുട്ടിയപ്പോഴത്തേക്ക് ബാ മുന്നേ ബാ, നീയും കുറച്ച് റീച്ച് ഉണ്ടാക്ക് എന്നും പറഞ്ഞ് വിളിച്ചു കയറ്റിയതല്ലേ? അല്ലാതെ താങ്കളുടെ അഭിനയ മികവ് കണ്ട് ആണോ? അല്ല, അങ്ങനെ ഭയങ്കര അഭിനയ മികവുള്ള ആളാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില വീഡിയോസ് ഒക്കെ നമ്മളിവിടെ കാണിക്കുവേ. അതൊക്കെ മുടിഞ്ഞ ചേട്ടാ, അഭിനയിക്കാൻ അറിയാത്തവര് നമ്മളോടൊക്കെ അഭിനയിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി പാടായിരിക്കും. നമുക്കറിയത്തില്ല, നമ്മളത് ചെയ്യാൻ പോകത്തില്ല. ഇത് നമ്മളെ കൊണ്ട് പറ്റത്തില്ലെന്ന് അറിഞ്ഞിട്ടും എന്നാലും ചെല്ലും. വലിയ സിനിമാ നടനാണെങ്കിൽ ചേട്ടൻ അഭിനയിച്ച നല്ലൊരു കഥാപാത്രം ചെയ്ത ഒരു സിനിമ, കുറെ വർഷങ്ങളായില്ലേ ഈ ഫീൽഡിൽ വന്നിട്ട്. നിങ്ങളൊക്കെ വന്നതിന് ശേഷമാണ് നമ്മളൊക്കെ ഈ റിയാക്ഷൻ ചാനൽ പരിപാടികളൊക്കെ തുടങ്ങിയത്. നമുക്കൊന്നും വലിയ തട്ടില്ലാതെ പോകുന്നുണ്ട്, നിങ്ങൾക്കും തട്ടില്ലാതെ പോകുന്നുണ്ട്. വേറൊന്നും കൊണ്ടല്ല, ഒരു സർക്കാർ ജോലി ഉണ്ടല്ലോ അല്ലേ? അത് വിട്ടിട്ടൊന്നും ഇല്ലല്ലോ. സർക്കാർ ജോലിയുടെ മേന്മയൊക്കെ പറയുന്നത് കേട്ടു. സർക്കാർ ജോലി നല്ല ഒരു കാര്യം തന്നെയാണ്, മോശമായി ആരും കാണല്ലേ. സർക്കാർ ജോലി ചെയ്യുന്നവർ ഞാൻ അതിനെ മോശപ്പെടുത്തിയൊന്നും പറയല്ലേ, അങ്ങനൊന്നും അല്ല. പക്ഷെ ഇതുപോലുള്ള ഐറ്റത്തിനെയൊക്കെ എന്തിന് സർക്കാർ തീറ്റിപ്പോറ്റുന്നെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദാസേട്ടനിലേക്ക് എത്താം. അതിനു മുമ്പ് രേണു ചേച്ചിയുടെ ഈ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇതൊന്ന് കണ്ടോണേ. അതിലേക്കും പോകുന്നതിന് മുമ്പ് ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ കുറച്ച് കഴിഞ്ഞ് രേഖപ്പെടുത്തിയാലും മതി, പക്ഷെ രേഖപ്പെടുത്തണേ, മറക്കല്ലേ, ചതിക്കല്ലേ. അപ്പൊ അതെ, നമുക്ക് രേണു ചേച്ചിയുടെ അതിൽ നിന്ന് തുടങ്ങിയാലോ? ഇതൊന്ന് കണ്ടോണേ. ഞാനിങ്ങനെ വണ്ടിയിൽ യാത്ര പോകുമ്പോഴേ ഇങ്ങനെ തോന്നും എന്തെങ്കിലുമൊക്കെ ഡ്രസ്സ് കാണുന്നത്. ചിലപ്പോൾ കിഡ്സ് ഐറ്റംസ് എന്നായിരിക്കും ഞാൻ ഒന്ന് മേടിക്കും, സേഫ്റ്റി ഇടും, നല്ല ഭംഗിയുണ്ട്. 600 350 അത്രേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് രേണു ചേച്ചി, നല്ല ഭംഗിയുണ്ട്. ചേച്ചി, ഇടുന്ന തുണിയുടെ വില വരെ ഈ ഓൺലൈൻ മീഡിയക്കാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട കാര്യം എന്താണ് ചേച്ചി? ബാക്കി എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ചെയ്തു എന്ന് പറയാൻ വരല്ലേ. നിങ്ങളുടെ അത്രയും തരം താഴ്ന്ന് ആരെയും നമ്മൾ കണ്ടിട്ടില്ല ഈ അടുത്തൊന്നും. ഓൺലൈൻ മീഡിയക്കാരെ കാണുമ്പോൾ ഇത്രയും തരം താഴ്ന്ന ഒരാൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ പല വീഡിയോകളും ചെയ്തപ്പോൾ പലതും കാണിച്ചതാണ്. മനസ്സിലായില്ലേ? വടയെ പറ്റി വരെ, സ്വന്തം വട, അയ്യോ എൻ്റെ വട എന്ന് പറഞ്ഞ് ഇതൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ഇത്തിരി ബോധമുള്ള ആരെങ്കിലും ചെയ്യുമോ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങളെ എല്ലാവരും എടുത്തിട്ട് ആട്ടി തുപ്പുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. കമന്റ് ബോക്സുകളിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതാണ്. മനസ്സിലായോ? നമ്മളൊക്കെ കാശ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പറയും. പക്ഷെ ഈ വീഡിയോ കണ്ടിട്ട് അത് കമന്റ് എഴുതിയിടുന്നവരോ കുറെ കാലമായില്ലേ? കുറെ കാലം എന്തെങ്കിലുമൊക്കെ ജനങ്ങൾ പറയുന്നതിനകത്തൊക്കെ ശരിയുണ്ട് എന്നൊന്ന് ചിന്തിക്കാനുള്ളൊരു ബോധം. നെഗറ്റീവ് റീച്ച് ആണ് ഉദ്ദേശം, അത് തന്നെയാണ്. ഈ ആൽബം, ഈ ഷോർട്ട് ഫിലിമും ഒക്കെ ചെയ്ത് അങ്ങ് പോവുക, വേറെ കൂടുതലൊന്നും നടക്കുകയല്ല. ഒരു സിനിമയിലൊക്കെ എൻ്റെ പൊന്നെ, ഈ ചേച്ചിക്കൊക്കെ ചാൻസ് കിട്ടിയ ഈ ചേച്ചി എന്തുമായിരിക്കും കാണിക്കുന്നത്? സിനിമ ചാൻസ് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിന് അഭിനയിക്കാൻ അറിയണ്ടേ?
സിനിമയിൽ വേണ്ടേ? ചേച്ചിയെ കൊണ്ട് പറ്റുമോ? ചേച്ചിയുടെയും ദാച്ചേട്ടൻ കോഴിക്കോടിന്റെ ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ? അയ്യോ ദാച്ചേട്ടൻ കോഴിക്കോടെ ഇനി ഒന്നും ചെയ്യല്ലേ, പാവാണേ കേട്ടോ, അങ്ങ് മൂക്കിക്കേറ്റല്ലേ. കുറച്ച് കാര്യങ്ങൾ ദാച്ചേട്ടൻ കോഴിക്കോട് പറയുന്നതിന് നമ്മളിവിടെ കാണിക്കും. അതുകൂടെ കഴിയുമ്പോൾ മിണ്ടാതിരിക്കണം കേട്ടോ ദാച്ചേട്ടൻ കോഴിക്കോടെ. ഇപ്പൊ ഈ കാണിക്കുന്ന എന്താ ഇപ്പൊ ഒരു സാധനം കാണിക്കാം, ഇതുമായി കണക്ട് ചെയ്താണ് ഇതിന്റെ അപ്പുറം വരുന്ന വീഡിയോ. ഓക്കെ, എല്ലാവരും അതൊന്ന് ഓർത്ത് വെച്ചോ. ഫസ്റ്റ് ദാച്ചേട്ടൻ കോഴിക്കോടിന്റെ അഭിനയം നമുക്കൊന്ന് കാണാമേ, രേണു ചേച്ചിയായിട്ട് കണ്ടതായിരിക്കും, എന്നാലും ഇതൊന്ന് കണ്ടു. ഇത് ഞാൻ ഒരു ഓർമ്മപ്പെടുത്തലായിട്ടാണ് ഈ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. കാരണം ഇത് കഴിയുമ്പോൾ ഒരു സാധനം വരുന്നുണ്ട്, വെയിറ്റ് ചെയ്യും. ചേർത്ത് പിടിച്ചേ, ദാസേട്ട കുറച്ചുകൂടെ ചേർത്ത് പിടിച്ചേ. ആ ചൂട്ടിലും തൊട്ടെ, കടയിലോട്ട് നോക്കിക്കേ, ഇടുപ്പി ചേർത്ത് പിടിക്കേ. ആ നെറ്റിക്ക് രുമ്പ് കൊടുത്തേ, നെറ്റിയിലും കൂടെ കൊടുക്കുക. അങ്ങനെ കൊടുത്തു പോട്ടെ, ചേർത്ത് പിടിക്ക്. ദാസേട്ട കുറച്ചുകൂടെ റൊമാൻസ് ഇട്ടെ, കുറച്ചുകൂടെ കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ വരുന്ന സാധനമല്ലേ ചേച്ചി അവർക്ക് തരാൻ പറ്റുള്ളൂ. അത്രയൊക്കെ പറ്റുള്ള മനുഷ്യനെ കൊണ്ട് നിങ്ങളൊന്ന് മനസ്സിലാക്ക്. അതിൽ കൂടുതലൊന്നും അവിടുന്ന് വരത്തില്ല. എന്താ നിങ്ങൾ ഇങ്ങനെ? പാവം ദാസേട്ടൻ കോഴിക്കോട്, അത്രയൊക്കെ ഉള്ളൂ ആ പാവത്തിന്. ഈ ദാസേട്ടൻ കോഴിക്കോടിനെ കാണുമ്പോൾ എനിക്ക് വേറൊരു ഐറ്റത്തിന് ഓർമ്മ വരും. പക്ഷെ അയാൾ കുറച്ചുകൂടെ ഡീസന്റ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. ഇത്രയൊന്നും ഇല്ല. മറ്റെന്താണ് പാലാ ഷാജിയോ അങ്ങനെ എങ്ങാണ്ടൊരു ചേട്ടനില്ലായിരുന്നോ? ഒരു പോലീസുകാരൻ, പുള്ളി പിന്നെ കുറച്ചുകൂടെ ഡീസന്റ് ആയിരുന്നു കേട്ടോ. ഇങ്ങനെ കൈവിട്ട കളിക്കൊന്നും പോയിട്ടില്ല. ഇതുപോലത്തെ അറിയാത്ത പരിപാടി, അറിയാത്ത പാട്ട് പുള്ളി പാടും, എന്നാലും ഇതുപോലെ ഇത്ര വെറുപ്പിക്കുവോ? ഇതെന്തോ ഈ കാണിക്കുന്നേ? ഇടുപ്പി തൊടാനൊക്കെ എന്തിനാ ഇടുപ്പി തൊടാനൊക്കെ പറയുന്നത്? അതിന് മുമ്പേ അവിടെ തന്നെയാണ് കൈയിരിക്കുന്നത്. നിങ്ങൾക്ക് കണ്ണ് കണ്ടൂടെ ഡയറക്ടറെ? കണ്ണ് കണ്ടൂടെ? നേരത്തെ കൈ എവിടെയാ ഇരിക്കുന്നത്? ഇതൊന്നും അല്ല. കണ്ടല്ലോ നിങ്ങൾ, പാടത്തിന്റെ വരമ്പത്ത് നിന്ന് ഡാൻസ് അല്ല, അഭിനയിക്കുക. ഇത് പറയുന്ന ദാസേട്ടൻ കോഴിക്കോടിന്റെ വേറൊരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമേ. സൂപ്പർ വീഡിയോ, ഇത് നിങ്ങൾ കണ്ടോ? നമ്മള് ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുമ്പം നമ്മള് പബ്ലിസിറ്റിക്ക് വേണ്ടി റോഡിന് നടുവ് കിടന്ന് ഡാൻസ് കളിക്കുക, അല്ലെങ്കിൽ പ്രാങ്ക് ചെയ്യുക, അതൊരു ഇൻഫ്ലുവൻസിങ് ആണ്. ഞാൻ അതിനോട് ഒരിക്കലും യോജിക്കുന്നില്ല. നമ്മൾ സ്വന്തമായ കാര്യങ്ങൾ, ഇപ്പൊ യൂട്യൂബേഴ്സ് അവരെന്താ ചെയ്യുന്നത്? മറ്റുള്ള ഇത്തിക്കണ്ണി കേട്ടിട്ടുണ്ടോ? അതായത് ഒരു മരത്തിന്റെ ചുറ്റും ഇങ്ങനെ പടർന്ന് ഇങ്ങനെ കയറും ഇത്തിക്കണ്ണി. ഒരു ഡിപ്പെൻഡന്റ് ആണത്. ഒരാള് ചെയ്ത സാധനത്തിന്റെ മുകളിൽ അവര് യൂട്യൂബിൽ റീച്ച് ഉണ്ടാക്കുന്നു. എന്ത് കാര്യം? യൂട്യൂബേഴ്സ് ഞങ്ങൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം ചേട്ടാ. അതിനു മുമ്പ് ചേട്ടന് പുച്ഛവാ. ഒരു നട റോട്ടിൽ കിടന്ന് ഡാൻസ് കളിക്കുന്നവര്, പ്രാങ്ക് ചെയ്യുന്നവര്, എല്ലാരും അയ്യേ. ഇനി അത് ഇൻഫ്ലുവൻസിങ് ആണ്, പക്ഷെ നമുക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് യോജിക്കാൻ പറ്റുന്ന പിന്നെ എന്താ ചേട്ടാ? പാടത്തിന്റെ വരമ്പത്തിരുന്ന് നേരത്തെ കാണിച്ച അഭിനയിക്കുന്നതോ, ആ അഭിനയിച്ച് കാണിക്കുന്നതോ, അത് ജനങ്ങളിലേക്ക് എത്തുന്നതാണോ ഇൻഫ്ലുവൻസിങ്? അതാണോ ഇൻഫ്ലുവൻസിങ്? അല്ലെങ്കിൽ അതാണോ ഇത്ര മഹത്തരമായിട്ടുള്ളൊരു കാര്യം? അല്ല, നമുക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ അഭിപ്രായത്തോട് നമ്മൾ യോജിക്കുന്നു. റോഡിന്റെ നടുക്ക് അതല്ലെങ്കിൽ നമ്മൾ യോജിക്കുന്നില്ല കേട്ടോ. അത് ദാസേട്ടന്റെ സപ്പോർട്ട് ചെയ്തിട്ടല്ല, അല്ലെങ്കിൽ റോഡിന്റെ നടുക്ക് കിടന്ന് ഡാൻസ് കളിക്കുന്നതോടും യോജിക്കുന്നില്ല. പക്ഷെ പ്രാങ്ക്, മാന്യമായിട്ടുള്ള ഒരുപാട് പ്രാങ്ക് ചെയ്യുന്ന ആൾക്കാരുണ്ടേ, നല്ല രസമായിട്ട്. പക്ഷെ അതും ദാസേട്ടനെ സംബന്ധിച്ച് അയ്യേ മോശമാണ്. ഓക്കെ, മോശമാണ്, നിങ്ങളുടെ അഭിപ്രായമാണല്ലോ. അതുപോലെ തന്നെ നമുക്ക് അഭിപ്രായം ഉണ്ടല്ലോ ദാസേട്ടാ, അല്ലേ? നമുക്ക് അഭിപ്രായം ഉണ്ടല്ലോ. ആ അഭിപ്രായേ നമ്മൾ പറയുന്നുള്ളേ. ഈ കോമാളിത്തരം കുറച്ച് മുമ്പ് കാണിച്ച കോമാളിത്തരം അല്ലേ അഭിനയം എന്നും പറഞ്ഞ് ചുണ്ടയിലൊക്കെ തൊടാൻ പറയുമ്പോഴത്തേക്ക് പിടിച്ച് ഞെക്കി കൊല്ലാൻ പോവുക. ഒന്നാമത് കിളിക്കുഞ്ഞൻ അത്രയും കണ്ടേ ഉള്ളത്. എന്തോ ദാസേട്ടാ കാണിക്കുന്നത്? ഇതാണോ അഭിനയം? ഇതുകൊണ്ടോ ദാസേട്ടാ വർഷങ്ങളായില്ലേ ഫേമസ് ആയിട്ട്? എന്നിട്ട് ഇതുകൊണ്ടാണ് വലിയ ഒരുപാട് നല്ല സിനിമയിലോട്ടൊന്നും ആരും വിളിക്കാത്തത്. അതൊന്ന് മനസ്സിലാക്കി വെച്ചാൽ ചേട്ടന് ഗുണമായിരിക്കും. ഓക്കെ, ദാസേട്ടന്റെ ബാക്കി ഡയലോഗ് നമുക്കിനിയും കേൾക്കാം. ഞാൻ അതിനെ അംഗീകരിക്കുന്നില്ല. ഓൾറെഡി നല്ല റീച്ചുള്ള വീഡിയോസിന്റെ താഴെ വെറുതെ വന്ന് എക്സ്പ്രഷൻ നോ അതല്ല ഞാൻ പറഞ്ഞത്. ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ഒരു വീഡിയോ ഒരാൾ ഇടുന്നു, ഈ യൂട്യൂബർ എന്തിനാ കാത്തിക്കുന്നത്? അയാൾ സ്വന്തമായി വീഡിയോ ഇടുന്നില്ല, മറ്റുള്ളവരിടുന്നു. അതിന്റെ മുകളിൽ കയറി പിടിച്ച് നെഗറ്റീവ് കയറാൻ വേണ്ടിട്ട്. അതിനാണ് ഇത്തിക്കണ്ണി എന്ന് പറയാം. ബോട്ടണിയിൽ പേരുണ്ട് അതിന്റെ പറയും. അതായത് ഞാൻ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല. സ്വന്തമായി കണ്ടന്റ് കണ്ടുപിടിക്കും. യൂട്യൂബിൽ സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഇട്ട് റീച്ചിട്ടാ അംഗീകരിക്കുന്നത്. അല്ല ചേട്ടാ, അല്ല, ഞങ്ങളും നാളെ തൊട്ട് ചേട്ടൻ ചെയ്യുന്നതും ചെയ്തോണ്ട് ഇറങ്ങാം യൂട്യൂബിലോട്ട്. പാടത്തിന്റെ നടുക്കും ഒക്കെ വെള്ളത്തിനകത്തും പോയി കിടന്നിട്ട്, അല്ലെങ്കിൽ ബെഡ്റൂമിൽ ആൽബത്തിന്റെ ബൂസ്റ്റിന് വേണ്ടിയിട്ട് ബെഡ്റൂമിൽ കിടന്നുള്ള അതൊക്കെ എടുത്തിട്ട് ഞങ്ങൾ ഇടാം ചേട്ടാ. നമ്മുടെ വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് ചേട്ടാ, മനസ്സിലായല്ലോ? നാട്ടുകാരുടെ മുഖത്തോട്ട് ഇച്ചിരി നല്ല രീതിയിൽ തന്നെ നോക്കണം എന്നൊരു സാധനമുണ്ട്. അവർ നമ്മളെ പറ്റി എന്തും വിചാരിച്ചോട്ടെ,
പക്ഷെ നമുക്ക് നോക്കുമ്പോൾ നല്ല രീതിയിൽ നോക്കാൻ പറ്റണ്ടേ, അല്ലാതെ ഒരു ഉളുപ്പും ചളുപ്പും വെച്ചിട്ട് നോക്കുന്നത്. പ്രത്യേകിച്ച് അഭിനയിക്കാൻ ഒരു തേങ്ങ അറിയാതെ നമ്മൾ ഈ സാധനം കൊണ്ട് ഇറങ്ങി കഴിഞ്ഞാൽ പണി പാടും. പിന്നെ നമ്മൾ ആരുടെയും വീട്ടിൽ കയറി മാന്താൻ വരുന്നില്ല. പിന്നെ ചേട്ടൻ ഇത് പറഞ്ഞുകൊണ്ട് തന്നെ വേണമെങ്കിൽ ഞാൻ തംബ്നെയിൽ വല്ലതും എഴുതി വെക്കാം, എന്തെങ്കിലും അപരാധം, അത്രേ ഉള്ളൂ. പക്ഷെ ഒരിക്കലും ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ടുവരിക, അവരെ മോശമായിട്ട് ചിത്രീകരിക്കുക, അതിൻ്റെ ആവശ്യമില്ല. നിങ്ങളൊക്കെ വന്നിരുന്ന് ഈ പറയുന്ന കഥയിലെ തെറ്റുകൾ മാത്രമേ എടുത്ത് കാണിക്കുന്നുള്ളൂ. പിടികിട്ടിയോ? ഒരാളുടെയും വീട്ടിനകത്തോട്ട് കയറി ചെല്ലുന്നില്ല പൊന്ന് ദാസേട്ടൻ കോഴിക്കോടെ. അത് ദാസേട്ടൻ കോഴിക്കോടെന്ന് മനസ്സിലാക്ക്. ഓക്കെ, ഇനി നമുക്ക് ബാക്കി കേൾക്കാം. ദാസേട്ടൻ കോഴിക്കോടിന്റെ വലിയ വലിയ ഉപദേശങ്ങളാ കേക്ക്, എല്ലാരും കേട്ടിരിക്കണം. പാവം ദാസേട്ടൻ കോഴിക്കോട്. വേറെ ആൾക്കാർ എന്താ ചെയ്യുന്നത്, ഓൻ അങ്ങനെ ചെയ്യുമ്പോ ശരിയല്ലല്ലോ, അതിന്റെ മുകളിൽ വീഡിയോ ഇടും, അത് കയറും റീച്ച്. അതാണ്, അതിനോട് ഞാൻ ഒരിക്കലും അംഗീകരിക്കുന്നില്ല. അതുപോലെ തന്നെ ബാക്കി കേൾപ്പിക്കാം. അതിനു മുമ്പ് ദാസേട്ടൻ കോഴിക്കോട് സർക്കാരിന്റെ ജീവനക്കാരനാണല്ലോ. സർക്കാർ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ ദാസേട്ടൻ കോഴിക്കോട് ചൂണ്ടിക്കാണിക്കോ? ദാസേട്ടൻ കോഴിക്കോട് ചൂണ്ടിക്കാണിക്കോ? അതോ മിണ്ടാതെ പൊത്തി നീയൊക്കെ തരുന്ന തന്നാ മതിയാ, ഞാൻ മിണ്ടാതെ വിട്ടിരുന്നോളാം എന്ന് പറഞ്ഞിരിക്കുവോ? ഇല്ലല്ലോ, പ്രതികരിക്കത്തില്ലേ? രാഷ്ട്രീയപരമായി എന്താ കണ്ട പ്രതികരിക്കത്തില്ലേ ദാസേട്ടൻ കോഴിക്കോട്? നമ്മളൊക്കെ അതും ചെയ്യുന്നുണ്ട് ദാസേട്ടൻ കോഴിക്കോട്. വല്ലപ്പോഴും ചാനലിലോട്ടൊക്കെ ഒന്ന് താഴത്തേക്ക് പോയാൽ മതി. എന്നാൽ നിങ്ങളെ പോലുള്ള ചില അപരാധങ്ങൾ കാണിക്കുന്നവരെ നമ്മൾ റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ ഈ അപരാധം കാണിക്കുന്നവരെ മാത്രം പിടിച്ചിരുത്തി അല്ല, എല്ലാം ഇവിടെ പോരും. മനസ്സിലായോ? ഒട്ടുമിക്ക എല്ലാ അത്യാവശ്യം റിയാക്ഷൻ ചാനൽസും അത് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ചെയ്യാറുണ്ട്, രാഷ്ട്രീയവും ചെയ്യാറുണ്ട്, ഇതുപോലുള്ള സാധനങ്ങളും ചെയ്യാറുണ്ട്. ചില സാമൂഹിക വിരുദ്ധം അറിയാലോ, കൊച്ചു പിള്ളേരോടും അങ്ങനെയുള്ള ആവശ്യമില്ലാത്ത കലാപരിപാടികൾ ഇവന്മാരെയൊക്കെ എടുത്ത് നമ്മൾ ആട്ടാറുണ്ട്. നിങ്ങളെ മാത്രമല്ല, നിങ്ങളോട് ഒത്തിരി വാവേ ദാസേട്ടൻ കോഴിക്കോട്ടെ സ്നേഹം മൂത്തിട്ടൊന്നും അല്ല മുത്തേ, ഇങ്ങനൊരു തോന്നിയാസം വിളിച്ചിരുന്ന് പറഞ്ഞിട്ട് പിന്നെ മറ്റേ പരിപാടി കാണിക്കുമ്പോഴാണ് നമ്മൾ ഇരുന്ന് എടുത്ത് കൊടുക്കുന്നത്. മനസ്സിലായോ? ഞാൻ തുടക്കത്തിൽ പറഞ്ഞാണെങ്കിൽ ഇതൊക്കെ ഇവിടെ നിങ്ങൾക്ക് കുടുംബമൊക്കെ ഉണ്ടല്ലേ, അഭിനയമൊക്കെ. നിങ്ങളിപ്പോൾ ചോദിക്കുമായിരിക്കും സിനിമയിലൊക്കെ പലതും ചെയ്യാറ്, ഇന്റിമേറ്റ് സീൻസ് ചെയ്യാറുള്ളതല്ലേ എന്ന്. അതെ, പക്ഷെ അതുപോലൊന്നും തോന്നുന്നില്ല ദാസേട്ടൻ കോഴിക്കോട്ടെ ഈ പാടത്ത് കിടന്നുള്ള പരിപാടി. അതുപോലൊന്നും തോന്നുന്നില്ല. മറ്റേ ബെഡ്റൂമിൽ അതൊന്നും പറ്റാത്ത, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കാന്ന് പറയത്തില്ലേ, അങ്ങനെയാ തോന്നുന്നത് ചേട്ടാ. ഒന്നും തോന്നല്ലേ ചേട്ടാ, പറ്റാത്ത പണി നിങ്ങൾ ചെയ്യുന്ന കണ്ടിട്ട് സങ്കടം വന്നിട്ടാ ചേട്ടാ. ഫേസ്ബുക്കിൽ കിടന്ന് കാണുമ്പോൾ കറങ്ങുമ്പോഴത്തേക്ക് നമ്മളും അറിയാതെ അയ്യോ എന്നും പറഞ്ഞത് കണ്ടുപോകത്തില്ലേ, അതുകൊണ്ടാ ചേട്ടാ. തട്ടിമാറ്റുന്നുണ്ട്, മൊത്തത്തിലൊന്നും കാണുന്നൊന്നുമില്ല, തട്ടിമാറ്റുന്നുണ്ട്. അത്യാവശ്യം ആൾക്കാരെല്ലാം അങ്ങനെ തന്നെ ആയിരിക്കാം. ബാക്കി ദാസേട്ടൻ പറഞ്ഞു, ഓൾറെഡി കുറച്ച് മുന്നേ പറഞ്ഞു, നമ്മുടെ ഷിംജിത ദീപകേട്ടന്റെ ഇഷ്യൂവിന്റെ ഞാൻ വീഡിയോ ഇട്ടിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. നല്ല കാര്യം അങ്ങനെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തതിൽ. പക്ഷേ കൂടുതലും ആ ഒരു ഇഷ്യൂ നടന്നപ്പം കുറെ ആൾക്കാർ അതിന് എഗെയിൻസ്റ്റ് പറഞ്ഞു, അത് പറയേണ്ട കാര്യമാണ്. പക്ഷെ ഇതേ രീതിയിൽ പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾക്ക് നിങ്ങൾ വീഡിയോസ് ഇടുന്നത് വേറെ കുറവാണല്ലോ. ഞാൻ പറയാം, അതായത് ഈ വീഡിയോ ഞാൻ ഇട്ടത് വളരെ ലേറ്റ് ആയിട്ട് ഇട്ടത്, അത് കണ്ടന്റ് ആയിട്ട് ഇടാനാണ് എനിക്ക് താല്പര്യം. അല്ലാതെ ഓൺ വോയിസ് വന്നിട്ട് അങ്ങനെ പെൺകുട്ടികളെ വീഡിയോസ് അതുപോലെ തന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് നമ്മൾ പ്രതികരിക്കാറുണ്ട്. പ്രതികരിക്കുന്നില്ല എന്നൊന്നും പറയണ്ട, ഓരോ ഐറ്റംസ് വൈസ് എടുത്തുകൊണ്ട് പ്രതികരിക്കാൻ ഞാൻ മെനക്കെടാറില്ല. ബിക്കോസ് ഞാനൊരു ഗവൺമെന്റ് സർവന്റ് ആണ്, എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് ഏത് കാര്യത്തിനും. ഇപ്പൊ ഞാൻ എന്തെങ്കിലും ടോക്ക് നടത്തുന്ന സമയത്ത് അത് ഗവൺമെന്റിന് എതിരാവാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമാവാൻ പാടില്ല, പ്രതികൂലമാവാൻ പാടില്ല. അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്. നേരെ മറിച്ച് ഗവൺമെന്റ് ഒഫീഷ്യൽ അല്ലെങ്കിൽ എനിക്ക് എന്തും പ്രതികരിക്കാം. പക്ഷെ ഞാൻ ബേസിക്കലി ഞാൻ ഒരു പ്രതികരണം മാത്രം നടത്തുന്ന ആളല്ല, കണ്ടന്റുകൾ ചെയ്യുന്ന ആളാണ്, സിനിമകൾ അഭിനയിക്കാൻ ആഗ്രഹമുള്ള ആളാണ്, അങ്ങനെയൊക്കെയുള്ള ആളാണ്. അതുകൊണ്ടാണ് പിന്നെ അങ്ങനെ കൂടുതലും ആ ടൈപ്പ് കണ്ടന്റ് ചെയ്ത ഒരാളുടെ പ്രൊഫൈലിൽ ഞാൻ കണ്ട ഒരു പ്രതികരണ വീഡിയോ ഇതായിരുന്നു. പ്രതികരണ കണ്ടന്റ് ആണത്. ഞാൻ ഓൺ വോയിസ് പറഞ്ഞിട്ട് അങ്ങനെ പറഞ്ഞല്ല, പ്രതികരണമായിട്ടുള്ള കണ്ടന്റ് ആണത്. മഹാബലിനെ ചെയ്തല്ലേ പറയുന്നത്, അതന്നെ പ്രതികരണമായിട്ട് നിങ്ങളുടെ കണ്ടന്റ് ആണോ അത്? പിന്നെ നമ്മുടെയൊക്കെ എന്താ പ്രതികരണമായിട്ട് വാരക്കാപ്പോവാ, വായക്കാപ്പോണോ? നമ്മളും ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ പറഞ്ഞ കേസില്. മനസ്സിലായോ ദാസേട്ടൻ കോഴിക്കോടെ? അതൊക്കെ നമ്മുടെ പ്രതികരണമാ. അതുപോലെ തന്നെയാണ് നിങ്ങളുടെ തോന്നിവാസത്തിന് നമ്മൾ പ്രതികരിക്കുന്നത്. മനസ്സിലായോ? തുടക്കത്തിൽ പിന്നിരുന്ന് പറഞ്ഞല്ലോ, വേറെ ആൾക്കാരുടെ കണ്ടന്റ് കൊണ്ട് അവന്മാരുണ്ടാക്കുന്നു. താനും ചെയ്തിട്ടുണ്ടോ ഇത്? താൻ വലിയ പുണ്യാളനാവല്ലേ ദാസേട്ടൻ കോഴിക്കോടെ, പുണ്യാളനാവല്ലേ കേട്ടാ. പിന്നൊരു ഡയലോഗ് അടിച്ചല്ലോ, രാഷ്ട്രീയ പാർട്ടിക്കെതിരെയൊന്നും ഞാൻ സർക്കാർ ജീവനക്കാരനാണ്, സെർവൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ഒരു പാർട്ടിയും എന്താണ് മറ്റേ ഉണ്ടാക്കാനോ മറ്റേ പാർട്ടിക്കിട്ട് താങ്ങാനോ ഒന്നും ഞാൻ നിൽക്കത്തില്ല. ഗട്സ് ഇല്ലാത്തോണ്ടാന്ന് പറ. താങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പണിക്ക് കൊട്ട കിട്ടും, അങ്ങനെ പറ.
കേട്ടോ, അങ്ങനെയും കൂടി ഒന്ന് പറ ചേട്ടാ. അവിടെയൊക്കെ ഇരുന്നങ്ങ് മെഴുകുക. പിന്നെ വേറൊരു കാര്യം, ദാസേട്ടൻ കൈക്കോട്ടെ ഗവൺമെന്റ് സർവൻ്റ് ആണെന്നൊക്കെ അറിയാമല്ലേ. അപ്പൊ ഈ ആൽബം ഇങ്ങനത്തെ ഒരു കുഴപ്പവും തോന്നുന്നില്ല. കൂടുള്ള ആൾക്കാർ പോലും ഒന്നും പറഞ്ഞു തരുന്നില്ല, വീട്ടുകാർ പോലും. ഇനി ദാസേട്ടൻ കൊണ്ടേ വിട്ടേക്ക്. ദാസേട്ടൻ കോഴിക്കോട് ബ്ലിങ്കി, അത്രേ ഉള്ളൂ. ബ്ലുങ്കിയാ പുള്ളി. മാറ്റി നിർത്ത്. റീച്ച് എനിക്ക് ഈ അടുത്തായിട്ട് കുറെ ഇടയ്ക്ക് കണ്ടൊരു സിനിമയിൽ ചങ്സ ഏതിനകത്ത് ഉണ്ടായിരുന്നല്ലേ, ഏതൊരെണ്ണത്തിനകത്ത് എവിടെയോ കണ്ട്. അതിനുശേഷം പിന്നെ വലിയ സോഷ്യൽ മീഡിയയിലൊന്നും എനിക്ക് തോന്നുന്നില്ല, ഞാൻ ഇങ്ങനെ ഒന്നും കാണാറൊന്നുമില്ല. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് റീച്ച്. ആ സമയത്താണ് രേണുസുതിയായിട്ട് ഹായ് ആടിപ്പാടി റീച്ച് ഉണ്ടാക്കി, അത്രേ ഉള്ളൂ, അല്ലാതെ വേറൊന്നും അല്ല. പിന്നെ കണ്ടന്റ് ദീപക്കിന്റെ കേസിന്റെ അതെന്റെ കണ്ടന്റാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ പിന്നെ ആനപ്പിണ്ടമാണല്ലോ. അടുത്ത സാധനം ടു രേണു ചേച്ചി. കൊച്ചിയിലെ ഫുൾ കറങ്ങുമായിരുന്നു അല്ല, ബിഗ് ബോസ് കഴിഞ്ഞിട്ട് വന്നു 2 ദിവസം ബിഗ് ബോസ് കഴിഞ്ഞിട്ട് അടിപൊളി. ചേച്ചി എപ്പോഴും ചെയ്ത വാച്ചും സാധനങ്ങളൊക്കെ അവിടെ ഇരിക്കും. കുറച്ച് കയ്യിലുള്ള സാധനങ്ങള് ഇപ്പൊ പിള്ളേർ ഭയങ്കര ബിസി. ഇപ്പൊ കൊച്ചിയിൽ വന്നത് നമ്മളെ കാണാൻ സമയമില്ല, പ്രൊമോഷനും. കൊച്ചി വന്ന നമ്മളെ കാണാനൊന്നും സമയമില്ലാന്ന് ഇത് പറയുമ്പോഴത്തേക്ക് ചേർത്തൊക്കെ പിടിച്ചേക്കുവാണല്ലോ അണ്ണ. അതൊക്കെ അണ്ണൻ്റെ ഇഷ്ടം, നിങ്ങളുടെ ഇഷ്ടം, ഞാനൊന്നും പറയുന്നില്ല. ഈ വളയം മറ്റേ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ. വേറെ ഏതോ ഒരു വീഡിയോയിൽ തുണികളാണ് അവിടെ കിടക്കുന്നതെന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ. അല്ല അപ്പൊ ഇതിലേതാ സത്യം? ഏതാ കൈയിടുന്ന സാധനങ്ങളാണോ തുണികളാണോ അതോ എല്ലാം വൈറ്റിലല്ലേ ഫ്ലാറ്റിലുണ്ടോ? ഓൺലൈൻ മീഡിയക്കാരുടെ ഫ്രണ്ടിൽ നിന്ന് ഈ കഥയൊക്കെ പറയുന്നത് 2 പേർക്ക് ഒരു ബോധം വേണം. ഓക്കെ, അത്രയും ഞാൻ പറയുന്നുള്ളൂ. പല രീതിയിൽ ഇതങ്ങ് പോകും. പിന്നെ കിടന്നിട്ട് അയ്യോ പത്തോ അങ്ങനെ പറഞ്ഞ് അടുത്ത കണ്ടന്റ് ഉണ്ടാക്കാൻ അതുകൊണ്ട് നിൽക്കരുത്. മനസ്സിലായില്ലേ? നാണക്കേടാ. ഇത്രയേ പറയുന്നുള്ളൂ. അടുത്ത സാധനം ചേച്ചി നോക്കിക്കോട്ടെ ശരിക്കും സംഭവം പറഞ്ഞേ. ആരെങ്കിലും പറയണ്ടേ? ഇവിടെ ഇതിനെയൊക്കെ വെച്ചിട്ട് ഈ ആൽബം പിടിക്കുന്നവന്മാരെ വേണം ഫസ്റ്റ് പറയാൻ. ഇവന്മാര് ഈ ചേച്ചിയെ തെറി പറയാനായിട്ടാണെങ്കിലും കുറച്ച് ആൾക്കാർ വരുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് എന്തെങ്കിലുമൊക്കെ എടുത്തു കൂട്ടിയിട്ട് നേരെ ഫേസ്ബുക്ക് യൂട്യൂബിൽ അങ്ങ് തട്ടുന്നത്. മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് യൂട്യൂബിൽ തട്ടുന്നത് അതുകൊണ്ടാണ്. പക്ഷെ ബാക്കിയുള്ള ആൽബങ്ങൾക്കും എന്തോരം നല്ല ആൽബങ്ങൾ ഇറങ്ങിയതാണ് ഈ മലയാളത്തിൽ. ബാക്കിയുള്ള ആൽബങ്ങളൊക്കെ നാണക്കേടല്ലേ നീയൊക്കെ ഈ കാണിച്ചു വെക്കുന്ന ഈ ഇതുപോലത്തെ സാധനങ്ങളും ഷോർട്ട് ഫിലിമുകളും ഒക്കെ. എന്തോരം ഇന്ന് ആളുകൾ ആൽബം എന്ന് പറയാറേ ഇല്ല. കാരണം ആളുകൾ നല്ല ഒന്നും കാണുന്നില്ല. ഇതുപോലത്തെ കുറെ കുറെ സാധനങ്ങൾ, അങ്ങനെ തന്നെ ഞാൻ പറയും, കുറെ സാധനങ്ങൾ. എന്തോന്നാ ഇതെന്തുവാ ഇത് ആ ഒരു സമയത്ത് ഓൺലൈൻ മീഡിയക്കാരെ കൊണ്ട് ഷൂട്ട് ചെയ്യിപ്പിക്കുന്നതാ റീച്ചിന് വേണ്ടിയിട്ട്. ഒരു ഷോട്ട് എടുത്തതാ. ഈ ഷോട്ട് ഓക്കെ ആണോ? അതോ വീണ്ടും എടുക്കും അല്ലേ? എടുത്തിട്ടുണ്ട്. അല്ലാതെ ഇതൊക്കെ എന്ത് കഷ്ടമാണ്, എന്ത് പരിപാടിയൊക്കെയാണ് ഈ കാണിക്കുന്നത്. ആൽബങ്ങളുടെ വില കളയല്ലേ. ഇന്നും എനിക്ക് തോന്നുന്നു ചില സാധനങ്ങൾ നല്ലതൊക്കെ ഇറങ്ങുന്നുണ്ട്. അതൊക്കെ ഒന്ന് ഇവരെ വെച്ചിട്ട് ഈ സാധനം എടുക്കുന്നവന്മാരൊക്കെ ഒന്ന് എന്നിട്ട് അവരഭിനയിക്കുന്നത് അറ്റ്ലീസ്റ്റ് കാണിച്ചു കൊടുക്കും ഇതിനൊക്കെ. എന്നിട്ട് ഇതുപോലെങ്കിലും ഒന്ന് അഭിനയിക്കാൻ പറ. ഇത് അഭിനയം എന്ന് പറയുന്ന സാധനം നമുക്ക് കാണാനില്ല. നമുക്ക് വേറെന്തൊക്കെയോ കാണുന്നത്. കുറെ അപരാധങ്ങൾ, അഭിനയമല്ല അപരാധങ്ങൾ. ഞാൻ പറഞ്ഞതിനകത്ത് തെറ്റുണ്ടോ? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. പറയണേ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല, ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.